ഹലോ കുട്ടീസ്, വെൽക്കം ടു ദ ഷെയ്ഡ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മലബാർ ട്രീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഉന്നക്കായ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പഴുത്തിനെന്ന് ചോദിച്ചാൽ പഴത്തിന്, പഴുത്തിട്ടില്ലെന്ന് ചോദിച്ചാൽ പഴുത്തിട്ടില്ല. അപ്പോൾ ഉള്ളൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട്, പുറം നല്ല മഞ്ഞയായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പഴമാണ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കി എടുത്തു കഴിഞ്ഞാൽ ഉന്നക്കായ റെഡിയായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ല പച്ചയും ആയിരിക്കരുത്, അതേപോലെ പഴുത്തിട്ടും വേണം. അപ്പോൾ ഉള്ളിൽ നല്ല കട്ടിയായിരിക്കും വേണം കേട്ടോ. അപ്പോൾ അതേപോലത്തെ പഴം വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലത്തെ 3 പഴം 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ തൊലി വിട്ട് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കണം. അപ്പം പഴത്തിൻ്റെ തൊലി വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും മതി കേട്ടോ. ഒരു 7-8 മിനിറ്റ്സ് വരെ ആകുമ്പോഴൊക്കെ തന്നെ എൻ്റെ പഴത്തിൻ്റെ തൊലിയൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മതി. ഇനി ചൂട് നല്ലോണം പോയതിന് ശേഷം നമുക്ക് ഈ തൊലിയൊക്കെ മാറ്റിയിട്ട് പഴം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാം കേട്ടോ. ഇനി പഴം നല്ലോണം നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളയണേ, നാര ഇല്ലാണ്ട് എടുക്കുക. ഇനി നമുക്കൊരു മാഷർ വെച്ചിട്ട് നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ലോണം മാഷ് ചെയ്യുക. ഇനി മാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലോണം മാഷ് കിട്ടുന്നില്ല, ചെറിയ ഉരുളകളായിട്ട് കിട്ടുകയാണെങ്കിൽ, ചെറിയ കട്ടി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടും. ഇനി അതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കാഷ്യൂ ബദാം നിങ്ങളുടെ ചോയ്സാണ്, ഏത് വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ബദാമാണ് ഞാൻ എടുത്തത്. ഒരു 5-8 എണ്ണം ഉണ്ടാവും. അതും കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ തേങ്ങയാണ്, ചെറിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ല ബ്രൗൺ ഷെയ്ഡൊന്നും വരണ്ട കേട്ടോ, ഒന്നൊന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി. ചെറിയൊരു ഗോൾഡ് ഷെയ്ഡ് വരുമ്പോൾ നിങ്ങൾക്കിത് മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരം വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ചില ആൾക്കാർക്ക് മധുരം വേണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ട. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പഴവും മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ്, 1/4 ടീസ്പൂണിൽ കുറവ് ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടി റോസ്റ്റ് ചെയ്ത് ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ നിങ്ങൾക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പഴത്തിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഫില്ലിങ് റെഡിയായി. ഇനി പഴത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചെയ്തെടുക്കാം. ഇനി പഴം നല്ലോണം ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് ഉരുളകളായി കിട്ടുന്നില്ലെങ്കിൽ ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് സ്മൂത്തായിട്ട് സ്റ്റിക്ക് ചെയ്യാണ്ട് കൈമിൽ ഇങ്ങനെ പറ്റാതെ കിട്ടണമെങ്കിൽ കുറച്ച് ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഗീ ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ വയ്ക്കുന്ന പോലത്തെ മാവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ഗീ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഗീ ആഡ് ചെയ്തിട്ട് നല്ലോണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഡോ ആക്കി എടുക്കണം. നമുക്ക് ഉരുളകളായിട്ട് കിട്ടണം. ഇത് പറയാൻ വിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പഴം വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുരുക്കൾ ഉണ്ടാവുമല്ലോ, കറുത്ത കളറുള്ള. അപ്പം അത് നല്ലോണം ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ വെച്ചാലും വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ കുരുക്കൾ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ അതേപോലെ തന്നെ ഇടാം. അപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റിമൂവും ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ പഴമാണ്, അപ്പോൾ അതിൽ അത്ര കുരുകളൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത് റിമൂവും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഡോ നല്ല സ്മൂത്തായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു ബോളാക്കിയിട്ട് ഇത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. അപ്പോൾ റോൾ ചെയ്യുമ്പം ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് പരത്തിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങയുടെ ഫില്ലിങ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 2 സൈഡും നല്ലോണം സ്റ്റിക്ക് ചെയ്യുക. കൂട്ടി പിടിച്ചിട്ട് നല്ലോണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് റോൾ ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പിൽ, ഉന്നക്കായയുടെ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു ഷേപ്പിൽ നിങ്ങളിത് റോൾ ചെയ്തെടുക്കുക. ഇതേപോലെ നേരിയതാക്കിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറേ ചിക്കൻ റെസിപ്പീസ്, കുട്ടികളെ ലഞ്ച് ബോക്സ് റെസിപ്പീസ്, റൈസ് റെസിപ്പീസ്, വെജ് റെസിപ്പീസ് ഒക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ഇതേപോലെ തന്നെ വലിയ വലിയ ഉരുളകളാക്കിയിട്ട് ഞാൻ എല്ലാം കൂടി ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു വിധത്തിലും ഇത് ഓവൽ ഷേപ്പ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഉന്നക്കായുടെ ഷേപ്പിലാക്കിയിട്ട് റോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് റോൾ ചെയ്തോളൂ കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ആ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഏത് ഷേപ്പായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറ്റാത്ത ആൾക്കാർ അങ്ങനെ ചെയ്തോളൂ. അപ്പം ഞാനിവിടെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഴവും ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ നല്ലോണം കുക്കായതാണ്. ജസ്റ്റ് നമുക്ക് പുറത്ത് നല്ലൊരു ഗോൾഡൻ കോട്ടിങ് വേണം. അതുകൊണ്ട് മാത്രമാണ് തിരിച്ചും മറിച്ച് വിടുന്നത്.
അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ പഴം ഇട്ടപാട് തന്നെ സ്പൂണ് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഇളക്കാനൊന്നും പാടില്ല. അപ്പം പഴം വേഗം തന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, ഉള്ളിലുള്ള ഫില്ലിംഗ് ഒക്കെ പുറത്തോട്ട് വരും. അപ്പോൾ വെച്ചിട്ട് ഒരു 35 to 45 സെക്കൻഡ്സ് വരെ വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ടാൽ മതി കേട്ടോ. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കോരി വെക്കുക കേട്ടോ. ഈ ഒരു ഷെയ്ഡ് കിട്ടണം രണ്ട് സൈഡും, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഈ ഉന്നക്കായ എന്നൊക്കെ പറയുന്നത് ഈ ഷേപ്പിലും ഈ ഒരു കളറിലും കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ലൊരു കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പം ഈ ഒരു ഷേപ്പിലും കളറിലൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ മലബാർക്കാർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ഈവനിങ് സ്നാക്കാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ, പഴവുമല്ലേ നല്ല നെയ്യിലൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടിടാം. ഇത് ഭയങ്കര ഫേമസ് ആണ് ഈ ഒരു ഉന്നക്കായ. അപ്പം അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പം അറിയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവും, ആക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് ഇത് യൂസ്ഫുള്ളായി വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയും കൂടി ഞാൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുന്നുണ്ട്. നമ്മളുടെ അടിപൊളി മലബാർ സ്റ്റൈൽ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് കുറേ ആൾക്കാർക്ക് ഇത് ശരിയായിട്ട് വരാറില്ല. അപ്പം പഴം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പഴം നല്ല കട്ടിയുള്ള പഴം നോക്കിയിട്ട് തന്നെ എടുക്കുക. അതേപോലെ തന്നെ അത് മഞ്ഞ കളറും ആയിരിക്കണം, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയൊക്കെ റെഡിയാവും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഫോളോ ചെയ്ത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ഓക്കെ, ബൈ. കുക്ക് വിത്ത് ലവ്.